ഹായ് ഫ്രണ്ട്സ്, എവർക്കും �12 പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു സ്പീക്കറാണ്, അതായത് ബ്ലൂടൂത്ത് സ്പീക്കർ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. അതും ഫാബ്രിക് പെയിൻ്റെ പെട്ടിയുണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അത്രയും ചെറിയൊരു ബ്ലൂടൂത്ത് സ്പീക്കറാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ചെറുതെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, നല്ല ഒച്ചയൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ലാസ്റ്റ് ഇത് വെള്ളം ഒഴിക്കും കേട്ടോ. നമ്മളെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇത് വർക്ക് ചെയ്യുമെന്നുള്ളൊരു ടെസ്റ്റൊക്കെ നടത്തുന്നുണ്ട്. അടിച്ചു പോകുമെന്നും അറിയില്ല. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ലാസ്റ്റ് വെള്ളമൊക്കെ ഒഴിച്ചുള്ള ടെസ്റ്റ് ഉണ്ട്. അതും നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന സ്പീക്കറിൽ നമ്മൾ വെള്ളം ഒഴിച്ച് നോക്കാൻ പോവുകയാണ്. അപ്പോൾ കൂടുതലൊന്നും പറയണ്ട, ഇന്നത്തെ വീഡിയോ ചെറിയൊരു ബ്ലൂടൂത്ത് സ്പീക്കർ. അപ്പോൾ തുടങ്ങല്ലേ ഫ്രണ്ട്സ്. നമ്മൾ ആദ്യമായിട്ട് എടുത്തേക്കുന്നത് ഒരു പാമിൻ്റെ ബോർഡാണ്. ഇതൊരു ഓഡിയോ ആംപ്ലിഫയർ ബോർഡാണ് കേട്ടോ. അപ്പോൾ ഇതിനേക്കാളും പവർഫുൾ ബോർഡ് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അതിന് ഇത്തിരി വില കൂടുതലാണ്. ഇത് ഞാൻ 50 രൂപയ്ക്കാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ല കത്തിയാണ്. ഒരു 100 രൂപയുടെ മേളിലേ ഉള്ളൂ. നമ്മൾ അടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങാം. പിന്നെ ഞാൻ ഈ ഒരു പാം ബോർഡ് എടുത്തുകൊണ്ട് തന്നെ ഒരു 5 വാട്ടിൻ്റെ സ്പീക്കർ എടുത്തു. ഒരു 220 മൈക്രോ ഫാരഡിൻ്റെ 25 വോൾട്ടിൻ്റെ ഒരു ചെറിയൊരു കപ്പാസിറ്ററും കൂടി എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ബ്ലൂടൂത്തിൻ്റെ ബോർഡാണ് കേട്ടോ. അതായത് ബ്ലൂടൂത്ത് സിഗ്നൽസ് നമുക്ക് ഇതിൽ നമ്മുടെ പാം ബോർഡിലേക്ക് കൊടുക്കാനുള്ള ഒരു ബോർഡാണ്. ഇതെല്ലാം വാങ്ങാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. എനിക്ക് ബ്ലൂടൂത്തിൻ്റെ ബോർഡിന് 100 രൂപ ആയിട്ടുള്ളൂ, നമ്മുടെ പാമിന് 50 രൂപ ആയിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് 150 രൂപയ്ക്ക് ആയിട്ടുള്ളൂ ഉണ്ടാക്കാൻ. പക്ഷേ നിങ്ങളിത് പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ, അതായത് ഓൺലൈനിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ വില കൂടും. അടുത്തുള്ള കടയിൽ പോയി വാങ്ങുക. പിന്നെ നമ്മൾ ഡെമ്മിക്ക് വേണ്ടി, അതായത് സ്പേസ് ഒക്കെ ഒന്ന് കറക്റ്റാണ് നോക്കാൻ ഒരു പഴയൊരു ബാറ്ററി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വയർ സോൾഡർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബോക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിന് റിമോട്ട് ഉണ്ടാക്കിയ ഒരു ബോക്സാണ്. പക്ഷേ റിമോട്ടൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സ്പീക്കറാക്കാൻ നോക്കുകയാണ്. നമ്മളൊന്നും വേസ്റ്റ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സ്പീക്കറിലേക്ക് ഇറക്കി വയ്ക്കാൻ പോവാണ്. നിങ്ങളിത് ഓൺലൈനിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ നല്ല വിലയാവും കേട്ടോ. അപ്പോൾ നിങ്ങളിത് എന്തായാലും അടുത്തുള്ള കടയിൽ പോയി വാങ്ങുക. ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. കപ്പാസിറ്റർ നമ്മൾ ഈ സ്പീക്കറിന് നെഗറ്റീവിലാണ് കൊടുത്തേക്കുന്നത്. നിങ്ങൾ പോസിറ്റീവ് കൊടുക്കുക. ഇതാണ് നമ്മുടെ ബ്ലൂടൂത്തിൻ്റെ ബോർഡ്. ഇതിൽ VCCന് എഴുതിയേക്കണ പോസിറ്റീവ്, അതായത് പോസിറ്റീവ് വോൾട്ടേജ് കൊടുക്കേണ്ട. GND നെഗറ്റീവ്, പോസിറ്റീവ് നെഗറ്റീവ്. പിന്നെയുള്ള ലെഫ്റ്റ് റൈറ്റ് ഗ്രൗണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പാമിൻ്റെ ബോർഡ് എടുത്താലും നമ്മുടെ പോസിറ്റീവ് നെഗറ്റീവ് 5 വോൾട്ടാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ ലെഫ്റ്റ് റൈറ്റ് ഗ്രൗണ്ട് അതിൻ്റെ ഒരു പിന്നുണ്ട്. പിന്നെ മുകളിൽ പ്ലസ് മൈനസ് എന്ന് 2 സൈഡിൽ എഴുതിയിട്ടുണ്ട്. അത് നമ്മുടെ ഔട്ട് സ്പീക്കർ, 2 സ്പീക്കർ കൊടുക്കാനുള്ളതാണ്. പിന്നെ ഈ വെച്ചേക്കുന്നത് നമ്മൾ ഉണ്ടാക്കിയൊരു വീഡിയോയിലൊക്കെ ഉണ്ട് ഇതെങ്ങനെ ഉണ്ടാക്കാന്ന്. നമ്മൾ സോൾഡർ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ എളുപ്പത്തിൽ ഇതുപോലെ പിടിച്ച് സോൾഡറൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെന്തായാലും നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്, എല്ലാവരും പോയി നോക്കുക ഇത് ഉണ്ടാക്കുന്ന വീഡിയോ. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് റൈറ്റ് ഗ്രൗണ്ട്, VCC GND, അതായത് പോസിറ്റീവ് നെഗറ്റീവ്, നമ്മുടെ ഓഡിയോസിൻ്റെ പിൻ, ഇതൊക്കെ നമ്മൾ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് സോൾഡർ അങ്ങനെ ആയില്ലെങ്കിൽ നമ്മുടെ ബ്ലേഡ് വെച്ചിട്ട് അതൊക്കെ സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുക. വലുതായിട്ട് സ്ക്രാച്ച് ചെയ്ത് ബോർഡ് അങ്ങനെ തന്നെ അടിച്ച് പോയി കഴിച്ചു എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഒരു ഇത്തിരി സ്ക്രാച്ച് ചെയ്തിട്ട് ഇതുപോലെ സോൾഡർ ചെയ്യാം. പിന്നെ നമ്മൾ ഇത് തമ്മിൽ ഷോർട്ട് ചെയ്യുന്ന പരിപാടിയാണ്. അതായത് നമ്മുടെ ബ്ലൂടൂത്തിൻ്റെ ലെഫ്റ്റ്, നമ്മുടെ പാമിൻ്റെ ലെഫ്റ്റ് ഗ്രൗണ്ടിലേക്ക്, റൈറ്റിലേക്ക്. ഇപ്പോൾ കണ്ടോ ഷോർട്ട് പോലെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ VCC GND, അതായത് പോസിറ്റീവ് നെഗറ്റീവ്, ഈ 2 പിന്നും കൂടി നമ്മുടെ പാമിലേക്ക് ഷോർട്ട് ചെയ്യാൻ പോവാണ്. അതായത് ഒരൊറ്റ 5 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ 2 ബോർഡും വർക്ക് ചെയ്യും. ഇനി 2 സെപ്പറേറ്റ് വയറൊക്കെ എടുക്കേണ്ടി വരും. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. നമ്മുടെ ബ്ലൂടൂത്ത് ബോർഡിൽ നിന്ന് വന്നേക്കണം പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ ഇതുപോലെ പിരിച്ചാണ് വെച്ചേക്കുന്നത്. കാരണം നമുക്ക് ആ ബോർഡിലേക്ക് സോൾഡർ ചെയ്ത് വയ്ക്കാം, പാമിലേക്കും ഏത് ബോർഡിലേക്കായാലും. നമ്മുടെ ബ്ലൂടൂത്ത് ബോർഡ് ഡയറക്റ്റ് ഗ്ലൂഗൺ വെച്ചല്ല ഒട്ടിച്ചേക്കുന്നത്. ഒരു ഇൻസുലേഷൻ ടേപ്പ് വെച്ചിട്ട്, ഇൻസുലേഷൻ ടേപ്പിൻ്റെ 2 സൈഡിലാണ് ഗ്ലൂഗൺ വെച്ചത്. കാരണം ബ്ലൂടൂത്ത് ബോർഡൊക്കെ ഭയങ്കര സെൻസിറ്റീവ് ബോർഡാണ്. അല്ലെങ്കിൽ അധികം ചൂടാക്കലോ ഈ നമ്മൾ എന്തെങ്കിലും എറർ പറ്റിയിട്ട് നമ്മൾ ആദ്യം സോൾഡറൊക്കെ ചെയ്യാൻ വലിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒട്ടിക്കുക. പിന്നെ നമ്മൾ സ്വിച്ച് വെക്കാൻ ഇതുപോലെ ഓട്ടോ തുറച്ചു നമ്മൾ സ്വിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സ്പീക്കറിൻ്റെ സൈഡിലാണ് ബാറ്ററി വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ സ്വിച്ചിൽ നിന്ന് വരുന്ന ഒരു വയറും നമ്മുടെ പാമിൽ നിന്ന് വരുന്ന ഒരു വയർ, അതായത് പോസിറ്റീവ് നെഗറ്റീവ്, അവിടെയാണ് നമ്മൾ ബാറ്ററി കൊടുക്കുന്നത്. ഇപ്പം കാണിച്ചേക്കുന്ന ബാറ്ററി വയ്ക്കാനുള്ള ആ ഒരു വയറിൽ നിന്ന് തന്നെ നമ്മൾ 2 ജമ്പർ വയർ എടുത്തിട്ട് പുറത്തേക്ക്. അതെന്തിനാണെന്ന് വെച്ചാൽ അവിടെയാണ് നമ്മൾ ചാർജ് ചെയ്യുക, അതായത് ചാർജ് മൊഡ്യൂളൊക്കെ വയ്ക്കുക. ഇപ്പം നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജ് മൊഡ്യൂൾ ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കേണ്ടതാണ്. കാരണം ഇതേപോലത്തെ കുറേ പ്രൊജക്റ്റുകൾ നമ്മൾ ചെയ്യുമ്പോൾ ഒരു ചാർജ് മൊഡ്യൂളാണെങ്കിൽ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ജമ്പർ വെച്ചിട്ട് നമ്മൾ പുറത്താണ് ചാർജ് മൊഡ്യൂൾ കുത്തുന്നത്. അപ്പോൾ കുറേ സാധനത്തിൽ ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ ചാർജ് മൊഡ്യൂളിൽ ചെയ്ത പോലെ തന്നെ ഈ കപ്പാസിറ്ററുകൾ നമ്മൾ ജമ്പർ വെച്ചൊക്കെയാണ്. അതായത് ഒരു സ്പീക്കർ ഇതിൻ്റെ ഉള്ളിലുണ്ട്, വേറെ സ്പീക്കർ എക്സ്റ്റേണലി കണക്ട് ചെയ്യണമെങ്കിൽ ഇതുപോലെ ജമ്പർ വെച്ച് കുത്തി കണക്ട് ചെയ്യാം. നിങ്ങളുടെ ചാർജ് മൊഡ്യൂളിനെ നമ്മൾ കുത്താൻ ടൈപ്പ് ജമ്പർ സോൾഡർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ പ്രൊജക്റ്റിൽ ഇതുപോലെ തന്നെ കുത്തി ചാർജ് ചെയ്യാം. നമ്മുടെ പാമിൻ്റെ ബോർഡിലത്തെ മുകളിലത്തെ പോസിറ്റീവ് നെഗറ്റീവ് അത് നമ്മൾ ഇപ്പം ഇതിലുള്ള ഒരു സ്പീക്കറിൽ കൊടുത്തു. പിന്നെയുള്ള ഒരു പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ ഒരു കപ്പാസിറ്റർ വെച്ചിട്ട് ജമ്പർ വഴി ഔട്ട് കൊടുത്തേക്കാണ്. അതായത് ഈ ഒരു ഒറ്റ സ്പീക്കറിൽ നിന്ന് വേറെ വല്ല സ്പീക്കർ ഉണ്ടെങ്കിൽ അതും കൂടി കണക്ട് ചെയ്യാൻ പറ്റും. ഫ്രണ്ട്സ്, നമ്മൾ ബാറ്ററി മാറ്റിയിട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായി ബാറ്ററി മാറ്റുന്നത്. നേരത്തെ നമ്മൾ ജസ്റ്റ് ഒരു ഡെമ്മി പോലത്തെ ഒരു ബാറ്ററി വെച്ചാണ് എവിടെയൊക്കെ എങ്ങനെയൊക്കെ വെക്കണമെന്ന് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ സ്പീക്കറിൽ വേറൊരു സ്പീക്കർ, അതായത് ഇതേപോലത്തെ അല്ല, നോർമൽ ഒരു സ്പീക്കർ ജസ്റ്റ് ഒരു 2 വയർ എടുത്തിട്ട് ഇതേപോലെ ആ ഒരു ജമ്പറാണുള്ളത് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സ്പീക്കർ 2 സ്പീക്കറായിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ, ലെഫ്റ്റ് റൈറ്റ്. പിന്നെ നമുക്ക് ഇതിൽ കളർ അടിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു സ്കൈ ബ്ലൂ പെയിൻറ്റ്, ഇത് നമ്മൾ കുറേ തപ്പി ഫാബ്രിക്കൊക്കെ അടിച്ച് നോക്കി, ഒരു കാര്യമില്ല. നമ്മൾ എടുത്തേക്കണം നമ്മൾ വീടിനൊക്കെ അടിക്കുന്ന പെയിൻറ്റ് ഉണ്ടല്ലോ, അതാണ്. അതിലേക്ക് ഇപ്പോൾ അവർ തിന്നർ ഒഴിക്കാൻ പറഞ്ഞു. കുറച്ചൊക്കെ നമ്മൾ തിന്നർ ഒഴിച്ചു. നല്ലൊരു റിയാക്ഷനാണ്. കുറേ ബബിൾ പോലെയൊക്കെ കാണുന്നുണ്ട്. ഇതെന്താണെന്ന് എനിക്ക് ഇതിൽ പിടുത്തൊന്നുമില്ല.
അവർ തിന്നർ ഒഴിക്കാൻ പറഞ്ഞു, പെട്ടെന്ന് ഉണങ്ങാൻ. തിന്നറിലേക്ക് മണ്ണെണ്ണയൊക്കെ ഒഴിക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒരു ഇത്തിരി ടിന്നർ ഒഴിച്ചു. ഇനി നമ്മളെ പെയിൻ്റ് അടിക്കൽ പരിപാടിയാണ് കേട്ടോ. നമുക്കിത് മൊത്തം പെയിൻ്റ് അടിച്ച് ഇട്ടേക്കാം. അപ്പോൾ നമ്മുടെ പെയിൻ്റ് അടിക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞു. നല്ല അടിപൊളിയായിട്ട് തിളങ്ങണൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി നല്ല ലുക്കായിട്ടുണ്ട് സംഭവം. ബ്ലൂ കളറാണ് നമ്മൾ അടിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വേണമെങ്കിൽ അടിക്കാം, വേറെ പെട്ടി വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇപ്പം നമ്മൾ ചാർജിങ് സ്ലോട്ടിനും വേറൊരു സ്പീക്കറും വയ്ക്കാൻ വേണ്ടിയിട്ട് ജമ്പേഴ്സാണ് ഇവിടെ കൊടുത്തത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയയിൽ എന്ത് വേണമെങ്കിൽ ചെയ്യാം. നമ്മൾ കുറച്ച് സിമ്പിളാക്കിയെന്നുള്ളൂ. ഇതൊന്ന് ഓൺ ചെയ്യാം. നമ്മളപ്പോൾ അതേ കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. 𝙑5 എന്നാണ് ഇതിൽ പേര് കാണിക്കുന്നത്. 3.0 BT എന്നും അല്ലെങ്കിൽ പേര് കാണിക്കും. നമുക്കപ്പോൾ പാട്ട് വയ്ക്കാം. നല്ല അടിപൊളി ക്ലാരിറ്റി, നല്ല അടിപൊളി ഒച്ചയാണ് കേട്ടോ. നമുക്ക് വെള്ളം കൂടി വെച്ച് ഒന്ന് ടെസ്റ്റ് നടത്താം. അതിനായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക. വെള്ളം പോരട്ടെ. നമ്മുടെ സ്പീക്കർ ഇപ്പോഴും ഡെഡ് ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ സ്പീക്കറിന് ഇരിക്കട്ടെ നിങ്ങളുടെ ഇന്നത്തെ ഒരു ലൈക്ക്. ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ചെറിയൊരു ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലേ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലെ ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിച്ച് തകർത്തുക. അത്രേ ഉള്ളൂ. പിന്നെ എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ചർവറാന്നൊരു കമൻറ്റ് ഇട്ടേക്കുക. ലൈക്ക് അടിക്കാനൊന്നും മറക്കരുത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ സ്പീക്കറിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. വേണമെങ്കിൽ പോയിട്ട് അവിടുന്ന് വാങ്ങാം, ലിങ്ക് അടുത്തുള്ള വല്ല കടയിൽ നിന്നും വാങ്ങാം. അപ്പോൾ ഇതിൽ നിന്ന് ലക്കിടുക്കാച്ച് കിണ്ണം കാച്ചിട്ട് വീഡിയോസുമായി കാണാമെന്ന പ്രതീക്ഷയിൽ ദേവനാരായണൻ സൈനിങ് off.